നിന്റെ വാശി നടക്കാൻ വേണ്ടി എന്നെ പിടിച്ചോണ്ട് പോയി എൻഗേജ്മെന്റ് നീ മുടക്കിയില്ലേ? ഞാൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും നീ എന്നെ അവിടുന്ന് വിട്ടില്ല. എന്റെ സുഹൃത്ത് അപകടത്തിലാണ്, എനിക്ക് പോയി അവളെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്. ഒരേ ഒരു തവണ നിന്റെ മനസ്സൊന്ന് മാറി എന്നെ അവിടുന്ന് വിട്ടിരുന്നെങ്കിൽ എനിക്ക് പോയി നീനെ രക്ഷിക്കാമായിരുന്നു. അവൾ ഇന്നും ജീവനോടെ ഉണ്ടാവായിരുന്നു. പക്ഷെ നീ എന്നെ അവിടെ നിന്ന് വിട്ടില്ല. അന്യായമായി പാവം നീലി മരിക്കാനിടയായി. നീലിയുടെ മരണത്തിന് നീയാ കാരണം. ഇല്ല മാഡം, ഞാൻ പ്രാണൻ രക്ഷിച്ചു എന്നല്ലാതെ ആരുടെയും പ്രാണൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ ഉദ്ദേശം മാഡത്തിന് നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു. അത് മനസ്സിലാക്കുക. എന്റെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിൽ നീ എന്നെ അവിടുന്ന് വിടുവായിരുന്നു. വിട്ടിരുന്നെങ്കിൽ നിങ്ങൾ എൻഗേജ്മെന്റിന് പോവായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ച നിങ്ങളുടെ ജീവൻ ആപത്താണത്. അത് നിന്റെ തോന്നല, നിന്റെ വെറും സ്വപ്നം. എന്നും ഒരിക്കലും നീ കണ്ട സ്വപ്നത്തിന്റെ പേരും പറഞ്ഞ് നീ എന്നിൽ നിന്നും അകറ്റുമല്ലേ ചെയ്തേ? എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരി, ഞാൻ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയില്ല എന്ന് തന്നെ വിചാരിക്കും. അപ്പൊ മാഡം എൻഗേജ്മെന്റിന് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്നതേ വേറെ ആയിരിക്കും. മാഡം നീലിയുടെ സ്ഥാനത്താവുമായിരുന്നു. നിങ്ങളുടെ ജീവൻ പോയേനെ മാഡം. പോവായിരുന്നെങ്കിൽ പോട്ടെ, ഞാൻ മരിച്ച നിനക്കെന്താ? ഞാൻ ഇങ്ങ് മരിച്ചോട്ടെ. അയ്യോ മിണ്ടാതിരിക്കേ മാഡം, അങ്ങനെ ഒന്നും സംസാരിക്കരുത്. നിങ്ങൾ ഇനിയും കുറെ കാലം ജീവിച്ചിരിക്കേണ്ട ആളാ. എനിക്കറിയാം മാഡത്തിന് എന്നോടൊരു പരിഭവമുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും മാഡം ഇങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റാ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. അപ്പോ അതിനു വേണ്ടി വേറൊരാളുടെ പ്രാണം പോയാലും കുഴപ്പമില്ല അല്ലേ? എന്ത് സ്വാർത്ഥനാ നീ. നിനക്ക് എന്ത് വേണോ അങ്ങനെ മാത്രമേ ചിന്തിക്കാറുള്ളൂ അല്ലേ? നീ കാരണം ആർക്കും ഒരു ഉപകാരമില്ല. തെറ്റായാലും പറഞ്ഞു ജയിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇല്ല മാഡം, പറഞ്ഞു ജയിക്കാൻ ശ്രമിക്കുന്നതല്ല, എല്ലാം സത്യങ്ങളാ. ഞാൻ ഇതുവരെ എന്നെ പറ്റി മാത്രം ആലോചിച്ചിട്ടില്ല. എന്റെ കൂടെ ഉള്ളവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ. എനിക്ക് മാത്രം സന്തോഷം ഉണ്ടായിട്ട് എന്തിനാ? അവരും സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ഞാൻ ചെയ്തതും അത് തന്നെയല്ലേ. മാഡത്തിന് നല്ലതിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. എത്രയൊക്കെ പറഞ്ഞാലും നിന്റെ വാദം നീ വിടില്ല അല്ലേ? നിന്റെ തെറ്റ് നീ സമ്മതിക്കുന്നേ ഇല്ല. മുമ്പ് ഒരു ദിവസം നീ എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോവാൻ ശ്രമിച്ചപ്പോ തന്നെ ഞാൻ നിനക്കൊരു താക്കീത് തന്നതല്ലേ? എന്നിട്ട് നീ മാറിയില്ല. നായുടെ വാല് കുഴലിട്ടാലും നേരെയാവില്ല എന്ന് പറയുന്ന പോലെ നിന്റെ സ്വഭാവം അതുപോലെ തന്നെ. മാഡം, നായെന്ന് പറഞ്ഞ നന്ദിയുള്ളൊരു മൃഗമാണ്. ഞാൻ അതേ നന്ദിയാ പ്രകടിപ്പിക്കുന്നത്. നിങ്ങളെ രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ കാര്യം ഞാൻ വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലീസ് അധികം സംസാരിക്കാതെ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാവോ നിനക്ക്? അല്ല മാഡം, ഇറങ്ങ. നീ ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ഇറങ്ങി പോകാൻ. പോവില്ല അല്ലേ? നീ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഞാൻ തന്നെ ചെയ്ത് കാണിക്കാം. എന്റെ ജീവൻ ഞാൻ തന്നെ അങ്ങ് എടുത്താ പോരെ? ശിവാനി മാഡം, സോറി മാഡം. 1000 വർഷം നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളാ ഞാൻ. പക്ഷെ നിങ്ങൾ സ്വന്തം പ്രാണൻ എടുക്കാൻ ശ്രമിക്കുക. നിയന്ത്രണം വിട്ടുപോയി. അതങ്ങനെയൊക്കെ ചെയ്യുന്നു. ശരി, ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം. എന്നോടുള്ള ദേഷ്യം കൊണ്ട് എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഹായ് സുന്ദരി, നീ വന്നോ? നിന്റെ ബോസിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടൊരു ശ്രമം നടത്തിയിട്ട് അവസാനം അത് എനിക്ക് തന്നെ പണിയായി മാറി. അല്ല, നീ തന്നെ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? ആ സ്വപ്നം എന്തായാലും നടക്കും, അക്കാര്യം നിനക്കും അറിയാം. അല്ല, നീ തന്നെയല്ലേ എന്നെ ആ സ്വപ്നത്തിലെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അതിനേക്കാളും വലിയൊരു തെളിവ് വേണോ ഇനി? അങ്ങനെ ഒരു അവസരത്തില് നിന്റെ ബോസിനെ രക്ഷിക്കാൻ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. നിനക്ക് മനസ്സിലാവും, പക്ഷെ നിന്റെ ബോസിന് മനസ്സിലാവില്ലല്ലോ. ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് അവളുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കാണ്. ഞാനേ അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും എന്റെ ബോസും ശിവാനിയും വിവാഹിതരാവും. എനിക്ക് ശിവാനിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം. ഇല്ല, എനിക്ക് ശിവാനി ഉപേക്ഷിക്കാനാവില്ല. എന്റെ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, ഒരു പെണ്ണിന്റെ മനസ്സ് അവസാന നിമിഷമായാലും ചിലപ്പോൾ മാറുമെന്ന്. പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിൽ അത് വിവാഹമേ അല്ലെന്ന്.
എനിക്ക് ഇനിയും ടൈമുണ്ട്. എന്റെ ബോസിന് ശിവാനിയുടെ പൂർണ്ണ സമ്മതം കിട്ടുന്നതിനിടെ അവളുടെ മനസ്സ് മാറി എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്നിലേക്ക് വരുമായിരിക്കും. എന്തായാലും ഞാൻ അതുവരെ കാത്തിരിക്കും. ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ, ഞാനെന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തു? സത്യം പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബോസിനെയല്ല അത് ബാധിക്കാൻ പോകുന്നത്. അത് ഞാൻ അന്യായമല്ല ചെയ്യുന്നത്. അതെങ്ങനെ ശരിയാവുന്നു? ലവ് വിഷയത്തിൽ ഞാനാ സീനിയർ. ഞാനല്ല അവളെ ആദ്യം സ്നേഹിച്ചത്. അവൾക്ക് എന്നോടും എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നത്. അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഇനി അതല്ല, ബോസിന്റെ കൂടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും തെറ്റാണല്ലോ. പക്ഷെ നിശ്ചയം കഴിഞ്ഞിട്ടില്ല. അവൾ ആദ്യം എന്നെ സ്നേഹിച്ചു തുടങ്ങണം. അതൊരിക്കൽ സംഭവിക്കും. അവളുടെ സ്നേഹം എന്തായാലും എനിക്കുള്ളത് തന്നെയാണ്. സുന്ദരി, നീ തന്നെ പറ, എന്റെ അഭിപ്രായം എന്താ? ശരിയല്ലേ? നീ എന്ത് പറയാനാ? എന്ത് ചെയ്യാനാ? ആ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഇത് തന്നെ വേണം. വേണ്ട. സുന്ദരി, സുന്ദരി, നോക്ക്. 2 ചീട്ടുകളുണ്ട്. ഒന്നിൽ വേണോന്ന് എഴുതിയിട്ടുണ്ട്, മറ്റൊന്നിൽ വേണ്ടാന്നും എഴുതിയിട്ടുണ്ട്. ഇപ്പോ എന്റെ ഭാവി എന്റെ കയ്യിൽ. വേണോന്ന് എഴുതി ചീട്ടെടുത്താ എന്റെ സമീപനം ശരിയായിരിക്കും. ആ ഇഷ്ടത്തെ ഞാൻ എന്തായാലും സ്വന്തമാക്കും. ഇനിയിപ്പോ അതല്ല, വേണ്ടാന്നുള്ള ചീട്ടാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റ് തന്നെ. പിന്നെ ഞാൻ ശിവാനിയെ വിട്ട് എവിടെയെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം. എടുക്ക്. വെരി ഗുഡ്. നോക്കാലോ, നീ എന്നെ നിന്റെ ബോസുമായിട്ട് അടുപ്പിക്കോ അതോ അകറ്റോ? വാവ്, ആഹാ, ലവ് യു. വെരി ഗുഡ് സുന്ദരി. നിനക്ക് ഞാനും നിന്റെ ബോസ് ഒന്നാവുന്നത് ഇഷ്ടമാണല്ലേ? എന്റെ പ്രേമം ജയിക്കണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? നോക്കിക്കോ, നീ നിന്റെ ബോസിന് എന്നോട് പ്രണയം തോന്നുന്ന എനിക്ക് ഉറപ്പായി. ഈ വേണമെന്നത് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ വേണ്ടെന്നുള്ളത് എനിക്ക് ഒട്ടും വേണ്ട. ഇതെന്താ ഇത്? ഇതിലും വേണമെന്ന് എഴുതിയിരിക്കുന്നു. ഞാനപ്പോ ഒരു ചീറ്റിൽ മാത്രമായിരുന്നില്ലേ വേണമെന്ന് എഴുതിയത്? ഇതെന്തൊരു അത്ഭുതം! 2ലും വേണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ, എന്താ ഇത്? എന്തെങ്കിലായിക്കോട്ടെ, ഒടുവില് എനിക്ക് ശിവാനിയെ സ്നേഹിക്കാൻ ഒരു കാരണമായല്ലോ. എനിക്കത് മതി. ഡാഡി, ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിച്ചോ? ശിവാനി എടുത്തിപ്പോ നമ്മൾ ആരെയും നിർത്തുക? ഞങ്ങള് ശരിക്കും ആലോചിച്ച് നോക്കി മോനെ, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയില്ല. കുറച്ചുകൂടി സമയം കിട്ടിയാൽ നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാം. ഇനി എത്ര സമയം എന്ന് വെച്ചിട്ടാ ഡാഡി? നിങ്ങൾ എന്താ ഈ കാര്യത്തെ ഇത്ര നിസ്സാരമായിട്ട് എടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങളത് സമ്മതിക്കുന്നില്ല. അതെന്താ? അങ്ങോട്ട് ഞാൻ പോയാൽ മതിയോ കൊച്ചു മുതലാളി? ഇനി വേറൊന്നും ആലോചിക്കണ്ട. ശിവാനി മാഡത്തിന് ഞാൻ ഒരു സെക്യൂരിറ്റിയെ പോലെ നോക്കിക്കോളാം. പക്ഷെ ഇന്നലെ ഡാഡി ചോദിച്ചപ്പോ പറ്റില്ല എന്നല്ല പറഞ്ഞേ. ഇന്നലെ എന്റെ മൂഡ് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാ.
അത് കഴിഞ്ഞപ്പോ കുറെ നേരം ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചപ്പോ മനസ്സിലായി നിങ്ങൾ പറഞ്ഞ് ശരിയായിരുന്നു എന്ന്. ഞാൻ അവിടേക്ക് പോയാൽ എന്റെ കാര്യം കൂടി നടക്കും. അതെ ഇങ്ങനൊരു തീരുമാനം എടുത്തു. നിന്റെ കാര്യോ? അത് പിന്നെ എന്റെ കാര്യമെന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ. ശിവാനി മാഡത്തിനെ സെക്യൂരിറ്റി പോലെ നോക്കുന്ന ഉത്തരവാദിത്വം. മാഡത്തിന്റെ മൂഡ് ശരിയാക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. തൃശൂൽ, ശരിക്കും നീ പോകാൻ തീരുമാനിച്ചല്ലോ അല്ലേ? നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടോ? മുതലാളി, ഞാനവിടെ പോയില്ലെങ്കിലല്ലേ ബുദ്ധിമുട്ട്. കാരണം ശിവാനി മാഡം അവിടെ ഒറ്റയ്ക്കല്ല, അതുകൊണ്ടാ. അല്ല തൃശൂൽ, നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും വിട്ടു നിൽക്കേണ്ടി വരും. അത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അത് കുഴപ്പമില്ല. ഇവരെന്റെ കൂടെ ഇല്ലെങ്കിൽ എന്താ, അവരുടെ അനുഗ്രഹം എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ, എന്തായാലും കണ്ണു നിറച്ച് കാണാലോ. അച്ഛാ, അമ്മേ, എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ശിവാനി മേഡത്തിന്റെ വീട്ടിലുണ്ടാവും ഞാൻ. പോയിട്ട് വാ. നീ പോയാ കുറച്ചു കാലം അവിടെ തന്നെ നിൽക്കേണ്ടി വരും. നിന്റെ ഫ്രണ്ട് ത്രിവിക്രമനെ പോലും കാണാൻ പറ്റില്ല. നിനക്ക് ചിലപ്പോൾ ഇവനില്ലാതെ നിൽക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അവൻ അങ്ങനെയല്ല. ഓക്കെ ആണോ? കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. എങ്കിലും കൊച്ചു മുതലാളിക്കും ഇതേ അഭിപ്രായം തന്നെയല്ലേ? ഞാൻ മേഡത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. മേഡത്തിന്റെ മൂഡ് ശരിയാവുന്നതുവരെ ഒട്ടും വിഷമിക്കാതെ തന്നെ എനിക്ക് നോക്കണം. എല്ലാം പെട്ടെന്ന് ശരിയാവുന്നേ. ശിവാനിയുടെ മൂടൊന്ന് മാറ്റിയെടുക്കാൻ, ശിവാനിയെ മുൻപുണ്ടായിരുന്ന പോലെ മാറ്റിയെടുക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ചുമ്മാ ഇരുന്ന മോശമല്ലേ? ശിവാനിയുടെ വിഷമം ഞാൻ 100% മാറ്റിയെടുക്കും. അവളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാൻ മാറ്റിയെടുക്കും. കൊച്ചുമുതലാളി, ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ തോന്നുമ്പോൾ വിളിക്കാൻ ഞാൻ. പിന്നെ കാണാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ. തൃശൂൽ, നീ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതിനൊക്കെ എന്തിനാ ഇങ്ങനെ താങ്ക്സ് പറയുന്ന കൊച്ചുമുതലാളി? ഞാൻ അങ്ങോട്ട് പോകുന്നത് എല്ലാവർക്കും നല്ല കാര്യം തന്നെയല്ലേ? മാത്രമല്ല എന്നെ അത് സഹായിക്കുമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. നിന്റെ സഹായത്തിനോ? എന്താ അത്? അതായത് ഞാനൊരു സൽക്രമം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പുണ്യം എന്തെങ്കിലും എനിക്ക് ജ്യോതിഷന് തരുമല്ലോ, അതുദ്ദേശം ഞാൻ പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഇവൻ എന്തോ മറിഞ്ഞു കളിക്കുന്നുണ്ടല്ലോ. എന്തായാലും വരട്ടെ, കണ്ടുപിടിക്കണം. മുതലാളി, വേറൊന്നും ആലോചിക്കണ്ട. ബോസിനോടും കൂടിയാ പറഞ്ഞ. എന്തൊക്കെയായാലും ഞാനിത് വൃത്തിയായി തന്നെ ചെയ്യുന്നേ. പോകട്ടെ. അതെ, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ കല്യാണം ഉറപ്പിച്ച് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വേറൊരു ആൺകുട്ടിയെ പറഞ്ഞയക്കുന്നത്? ശരിയായൊരു കാര്യമല്ല. ദമയന്തി, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് തൃശ്ശൂലിന്റെ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. അവനും നമ്മുടെ മോനെ പോലെ തന്നെ. വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. If you come today, I'm so happy. You come tomorrow. I'm too proud. ആഹാ, അടിപൊളിയാണല്ലോ. എന്തൊക്കെ തന്നെയാലും സംഭവം കൊള്ളാം. ഇനി മുതൽ ഇത് എന്റെയും വീടാണല്ലോ. ആഹാ, ഏത് റൂമാ സെലക്ട് ചെയ്യാ? മേലെ വേണോ അതോ താഴെ വേണോ? വേണ്ട, മുകളിൽ മേഡം സ്വൈര്യമായിട്ട് കണ്ടിരുന്നോട്ടെ. എനിക്കിവിടെ താഴെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വല്ലാത്തൊരു ചൂടാണല്ലോ. ഒന്ന് അടിപൊളിയായി എന്നിട്ട് ഇറങ്ങിയ മാഷെ. ആഹാ, ഓ മാഡം, ശിവാനി മാഡം. ഹലോ മാഡം, ഇവിടെ ഇല്ലേ? ഹലോ, ഹായ്. പിന്നെ വന്നോ നീ? ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. മാഡം, ഞാൻ പോവാൻ വേണ്ടി വന്നതല്ല, ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നത്. അതേ നോക്കി, ബാഗ് ഫുൾ സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി മുതലേ ഞാൻ ഇവിടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. എന്തൊക്കെയാ നീ പറയുന്നേ? നീ എന്തിനാ ഇവിടെ താമസിക്കുന്നേ? അത് നടക്കാൻ പോകുന്നില്ല. ഇനി ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. പോവാൻ. പൊയ്ക്കോ എന്നുള്ള വാക്ക് കേട്ട് ബോറായി തുടങ്ങി മാഡം. വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, കേക്കട്ടെ. പിന്നെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ മാഡം?
കഴിച്ചില്ലെങ്കിൽ പറ, ഞാൻ ഉണ്ടാക്കി തരാന്നേ. തൃശ്ശൂർ ഇതൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലായിരുന്നോ? നിക്ക്, ഇപ്പൊ തന്നെ ഞാൻ ത്രിവിക്രമനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. തൃശ്ശൂർ എന്നെ വെറുതെ ശല്യം ചെയ്യാണ്, എന്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു പറഞ്ഞ് ലഗേജ് എടുത്തോണ്ട് വന്നിരിക്കാന്നൊക്കെ ഞാൻ പറയും. അത് വർക്കൗട്ട് ആവില്ലല്ലോ. നിങ്ങളിപ്പോ അവരോട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും പ്രയോജനമില്ല. എന്താന്ന് വെച്ചാ, എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ തന്നതേ ഹയർ അതോറിറ്റി, അതായത് മേലധികാരികളിൽ നിന്ന്. ആരാത്? ആരാന്ന് പറ, അതും കൂടെ ഞാൻ ത്രിവിക്രമനോട് പറഞ്ഞോളാം. പറഞ്ഞു പിന്നെന്താ. മാഡം ബോസിനെ ഫോണിൽ വിളിച്ചിട്ട്, ത്രിവിക്രമേട്ടാ തൃശ്ശൂരിലൂടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു, അവനോട് താമസിക്കുന്ന പറയുന്നത്. പക്ഷെ അവനോട് നിൽക്കുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല. അവനോട് ഇത് പറഞ്ഞത് നിന്റെ സ്വന്തം ഡാഡ് തന്നെയാണെന്ന്, അത് ബാഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നുവെച്ചാ ദിഗ്വിജയൻ അങ്കിളാണോ നിന്നിങ്ങോട്ട് അയച്ചത്? അതേലോ, അദ്ദേഹം തന്നെ അയച്ചത്. മാഡം ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, മോനെ വിളിക്കുന്നതിന് പകരം അച്ഛനെ തന്നെ നേരിട്ടങ്ങ് വിളിച്ചാൽ മതി. അദ്ദേഹം ഒരൊറ്റ വാക്ക് ഇവിടെ നിൽക്കണ്ട പോന്നോന്ന് പറഞ്ഞാ പിന്നെ ഒരു ഒറ്റ സെക്കൻഡ് ഞാനിവിടെ നിൽക്കില്ല മാഡം. വന്നതുപോലെ റിവേഴ്സ് ഗിയറിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം. തൃശ്ശൂർ പ്ലീസ്, ആരൊക്കെ തന്നെ പറഞ്ഞാലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. പൊയ്ക്കോ. അതെങ്ങനെ പറ്റും മാഡം? ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? മുതലാളി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തേയില്ല. അത് മാത്രമല്ല, എന്നോട് അവിടെ നിൽക്ക്, മാഡത്തെ സുരക്ഷിതയായി നോക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നോ വേ, ചാൻസേ ഇല്ല. ഞാൻ എന്തായാലും പോവില്ല. പ്ലീസ് ഒന്ന് പോവോ? എന്തിനാ വേണം ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൂടെ? നോക്ക്, ഇവിടെ താമസിക്കാൻ നിനക്ക് ത്രിവിക്രമിന്റെ അച്ഛൻ പെർമിഷൻ തന്നിട്ടുണ്ടോ? പക്ഷെ ഇത് എന്റെ വീടാ, എന്റെ പെർമിഷൻ വേണം നിനക്ക്. നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പെട്ടിയെടുത്ത് പോവാൻ നോക്ക്. മാഡം നീയായിട്ട് ഇറങ്ങുന്നു അതോ ഞാൻ നിന്നെ ഇറക്കി വിടണം? മാഡം ഇത് അന്യായമാണോ മാഡം? ന്യായോ അന്യായോ അതൊക്കെ പുറത്തിറങ്ങി നിന്നിട്ട് ഡിസൈഡ് ചെയ്യാം നമുക്ക്. അയ്യോ മാഡം, മാഡം എന്താ ചെയ്യുന്നേ? മാഡം അവിടെ നിൽക്കാൻ. മാഡം ഒരു മിനിറ്റ് നിൽക്ക്. അയ്യോ എന്റെ ബാഗിനുള്ളിൽ. അയ്യോ മാഡം, അയ്യോ അത് മാഡം, മാഡം ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. മാഡം നിങ്ങൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കും, ഇവിടെ തന്നെ നിവർന്ന് കിടക്കാൻ പോവാ. ആയിക്കോ, എത്ര നേരം വരെ കാണും? സന്ധ്യ ആയി കഴിഞ്ഞ പുറത്ത് നല്ല കാറ്റുണ്ടാവും, മഞ്ഞും ഉണ്ടാവും. അപ്പൊ തന്നെ എണീറ്റങ്ങ് പൊയ്ക്കോളും. എന്താ കാറ്റും മഞ്ഞോ? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് മനസ്സിലാവും. വാതിൽ തുറക്കുന്നത് വരെ ഞാനിവിടെ കുത്തിയിരിപ്പ് സമരം നടത്താൻ പോവാ. ഇരുന്നോ, നിനക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കും. വേണം വേണം ന്യായം വേണം, മരണം വരെയും സമരം ചെയ്യും. വേണം വേണം ന്യായം വേണം, മരണം വരെയും സമരം ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, മാഡം വാതിൽ ഓർക്കുന്നില്ല. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ നാട്ടുകാരെ, നമ്മുടെ മാഡം ഇതാ വാതിൽ ഓർക്കുന്നില്ല. അപ്പോൾ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? മാഡം വാതിലൊന്ന് തുറക്ക്. മാഡം മാഡം അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കേ. നിങ്ങളിങ്ങനെ സംസാരിക്കാതെ സൈലന്റ് ആയിട്ടിരുന്ന് എനിക്ക് പേടിയാ. ഹലോ ഹലോ. ഓഹോ, സംസാരിക്കത്തില്ല. ഈ മൗനം എങ്ങനെ ഹനിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സൂര്യൻ പോയിതാ ചന്ദ്രൻ വന്നിട്ടും ഇനിയും എന്നരികിൽ വരാത്തതെന്തേ? ലോകം മുഴുവൻ നിദ്രയിലായിട്ടും ഇനിയും നീങ്ങ് വരാത്തതെന്തേ? ഓ, ഇത്രയ്ക്ക് അഹങ്കാരമോ ഇവൾക്ക്? ശരി, നോക്കാമല്ലോ. വീടില്ലിനി ഞാൻ നിന്നെ വീടില്ലടി ഞാൻ, ഇനി ആരു വന്നാലും ഇനി എന്തു വന്നാലും വീടില്ല ഞാൻ. കേട്ടില്ലേ പുന്നാരെ? പോയി തുറക്കുന്നേ വാതില് തുറക്കുന്നേ. ഹോ തുറക്കുന്നേ വാതില് തുറക്കുന്നേ. വാതില് തുറക്കുന്നേ. വാതില് തുറക്കുന്നേ. പ്ലീസ് ഒന്ന് വെറുതെ ഇരിക്കും അവിടെ. അമ്മോ, ഒന്ന് സംസാരിച്ചല്ലോ. മാഡം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലീസ് നീ ഒന്ന് പോയി തരൂ. നിങ്ങൾ അകത്തിരിക്കല്ലേ, മിസ്സായി പോയി. കാണണമായിരുന്നു, കാണുന്ന പരിപാടിയായിരുന്നു. വെറുതെ ഇരിക്കും. ഞാൻ എന്താ തരേണ്ടത് നിനക്ക്? സ്നേഹത്തോടെ എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കും. എന്താ തരുന്നേ? ദേവി ഇതൊന്ന് പോയി തരൂ. മാഡം ഞാൻ എവിടേക്കും പോകാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ. പ്ലീസ് വാതിലോർക്ക്, ഇവിടെ പുറത്ത് നല്ല തണുപ്പാ. ഓ, കുറച്ച് നേരത്തെ പറഞ്ഞത് കാറ്റും മഞ്ഞൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ലെന്നാണല്ലോ.
നോക്ക്, തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ. ഒരു കാരണവശാലും ഞാൻ വാതിൽ തുറക്കില്ല. ഇത് നോക്കി, നിങ്ങൾക്ക് ഈ ആമ്പിളരോടുള്ള പെരുമാറ്റം ഇങ്ങനെയാണെങ്കിലേ അഖില കേരള പുരുഷ സംഘടനാംഗങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും ഞാൻ. നീ ആര് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്റെ വീട്ടിന്റെ വാതിൽ ഞാൻ ഒരു കാരണവശാലും തുറക്കില്ല.